ഇന്ന് രാവിലെ മുതൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ പിടികൂടാത്തതിൻ്റെ പ്രതിഷേധമായി കേരളത്തിൽ ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ വ്യാപകമായ ആക്രമണം. പൊതുജീവിതത്തിൽ ഇവന്മാർ കയറി കാണിച്ചു കൂട്ടിയ ഷോ ഓഫ് ഉണ്ടല്ലോ, അതൊരു തരം ശക്തി പ്രകടനമായിരുന്നു ഇവർക്ക്. അല്ലാതെ നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തത്രപ്പാടിൽ ഇവർ കാണിച്ചതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇവിടുത്തെ ദളിത് സംഘടനകൾക്ക് അവരുടെ ആ ഒരു സ്ട്രെങ്ത്ത് കാണിക്കണം, മനസ്സിലായോ? നാട്ടുകാരുടെ മുന്നിൽ അവരുടെ ആ മസിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിയ ഒരു ഷോ. നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കാനാണെങ്കിൽ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് റിലേറ്റഡ് ആയിട്ട് അത് പ്രവർത്തിപ്പിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, അങ്ങനത്തെ പല രീതിയിലുള്ള ഐറ്റങ്ങൾ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാടുണ്ട്. അവിടെയൊന്നും എന്തുകൊണ്ട് ഈ ദളിത് സംഘടനകൾ പോയില്ല? അവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കൊടി പിടിക്കുന്നില്ല? ഇനി നിങ്ങൾക്ക് അത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ ഇടപെട്ട് നീതി മേടിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സിസ്റ്റത്തിന് മുന്നിൽ പോകും, എഡ്യൂക്കേഷണൽ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ പോകും, ആ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ നിങ്ങൾ കയറിയിട്ട് അവർക്കെതിരെ ജയ് വിളിക്കുക. അല്ലാതെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും എടുത്ത് ജോലിക്കിറങ്ങുന്ന മനുഷ്യന്മാരെയും, ആശുപത്രിയിൽ പോകുന്നവരെയും, പരീക്ഷ എഴുതാൻ പോകുന്നവരെയൊക്കെ നടുറൂട്ടിൽ പിടിച്ചു നിർത്തി നിതിൻ രാജിൻ്റെ കാര്യവും പറഞ്ഞ് എന്തോന്നറിയത്? ആ ചെക്കൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സെൻറ്റിമെൻ്റൽ അവസ്ഥ ഉണ്ട് ആ മരണത്തിൽ എല്ലാവർക്കും. ഇപ്പോഴും ഈ റാം എന്ന് പറഞ്ഞവനെ പോലീസ് പിടിക്കാത്തതിൽ പോലീസിനുള്ളൊരു അമർഷമൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഈ ചീപ്പ് ഷോ കാരണം ഇന്ന് മലയാളികളുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയതിൽ നന്നായിട്ടുണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഹർത്താലിൽ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി സ്വമേധയാണ് കേസെടുത്തത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വീഡിയോയിൽ വന്ന മാമന്മാർക്കും മാമിമാർക്കൊക്കെ പണി വന്നോളും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ ജനങ്ങൾ. തമ്പാനൂരിൽ ഉൾപ്പെടെ 100ഓളം KSRTC ബസ്സുകൾ തടഞ്ഞു. ദേശീയപാതയിൽ പള്ളിപ്പുറത്ത് 3.5 മണിക്കൂറോളം വാഹന ഗതാഗതം മുടങ്ങി. VIT എൻട്രൻസിലെത്തിയ 100-ലേറെ കുട്ടികളുടെ പരീക്ഷ മുടങ്ങി. ഇന്ന് രാവിലെ പറഞ്ഞ ഹർത്താലല്ല, ഒരു മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച ഹർത്താൽ ഈ ലോകം മുഴുവനും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണോ? നിങ്ങൾ ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണോ? രാവിലെ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ്സുകൾ തടഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം. വാഹനങ്ങളുടെ ബോർഡുകൾ അഴിപ്പിച്ചു. ദീർഘദൂര ബസ്സുകളുടെ മുമ്പിൽ ഹർത്താൽ അനുകൂലികൾ കയറിക്കിടന്നു. പിന്നെ സമരം ജില്ലയിലുടനീളം വ്യാപിച്ചു. പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ 7:30-യോടെ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങി. ദേശീയപാതയിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പെരുവഴിയിലായി. 100ഓളം കുട്ടികൾക്ക് പരീക്ഷ മുടങ്ങി. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്നായിരുന്നു BTech. അപ്പം നല്ലൊരു കോളേജാണ് VIT. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അത് കുറേ 2 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. പിന്നെ 9 മണിക്ക് കറക്റ്റായിട്ട് എത്തണം. 8 തൊട്ട് 9 വരെയാണ് രജിസ്ട്രേഷൻ ടൈം. അതിനുള്ളിൽ എത്തിയില്ല. ഇനിയിപ്പോൾ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഒരു യൂത്തിൻ്റെ ഫ്യൂച്ചറിനെ വെച്ചാണ് ഇപ്പം ഉണ്ടായ കളി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നൊരു കാര്യമാണ്. വാഹനങ്ങൾ തടയില്ലെന്ന സമരക്കാരുടെ വാക്ക് വിശ്വസിച്ച് RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഉൾപ്പെടെ അത്യാവശ്യങ്ങൾക്ക് യാത്ര പുറപ്പെട്ടവർ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം റോഡിൽ കാത്തുകിടന്നു. 3.5 മണിക്കൂർ കഴിഞ്ഞാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. നെയ്യാറ്റിൻകരയിലും ആറ്റിങ്ങിലും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി.
ഇതേപോലെ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് അമ്പലപ്പരിപാടിയോ പള്ളിപ്പരിപാടിയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക സംഘടനയോ ആരെങ്കിലും ഇതേപോലെ റോട്ടിലിറങ്ങി ഹർത്താലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രീഡം, ഓക്കെ, നമുക്ക് ഈ നാട് തരുന്നൊരു ലക്ഷറിയാണ് നമ്മുടെ ഫ്രീഡം. അത് നമുക്ക് സ്വൈരമായിട്ട് യാത്ര ചെയ്യാനാണ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിക്കുന്നുണ്ട്, നമ്മൾ ടാക്സിൽ നിന്ന് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. റോഡിലിറങ്ങി നമ്മളെ സ്വൈരമായിട്ടുള്ള ഈ യാത്രകൾ തടയാൻ വരുന്ന കൂട്ടത്തോടു കൂടി ജനങ്ങൾ നേരിടുക. മനസ്സിലായി? ഇതിൽ നിങ്ങൾ നിതിൻ രാജ് എന്ന് പറഞ്ഞ ഫാക്ടർ മാറ്റി വയ്ക്കുക. ശുദ്ധ തന്തയില്ലായ്മയും തെമ്മാടിത്തരവുമാണ് ഇന്ന് ഈ ദളിത് സംഘടനകൾ റോട്ടിൽ കാണിച്ചു കൂട്ടിയത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതേപോലെ ഹർത്താൽ ആഹ്വാനം ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് യാത്രയിൽ വലഞ്ഞു നിൽക്കുന്ന അമ്മമാരെ, കുട്ടികളെ, അത്യാവശ്യത്തിന് വേണ്ടി പോകുന്ന ആളുകളെ, രോഗികളെയൊക്കെ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാഹനങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ച് കാര്യങ്ങൾ കേട്ട് കൃത്യമായിട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്ന, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളെ കൃത്യമായിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇവിടെ ഈ നാറികൾ വെറുതെ ഞങ്ങൾ 10 ദിവസം മുമ്പ് പറഞ്ഞതല്ലേ, ഞങ്ങളൊന്ന് ശക്തി പ്രകടിപ്പിക്കട്ടെ, ദളിതനെ കൊന്നു. എടാ, മനുഷ്യനെ കൊന്നു എന്ന് പറയാൻ പഠിക്കടാ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനുഷ്യനെ കൊന്നു, മനുഷ്യൻ മരിച്ചു. എന്ത് ദളിതൻ, എന്ത് നായർ, എന്ത് മേനോൻ, എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യൻ. നിങ്ങൾക്കൊന്നും ഇപ്പോഴൊന്നും നേരം വെളുത്തിട്ടില്ലേ? നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം എന്താ പറയുക, ദളിതനെ കൊന്നു, ദളിതന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മുഷ്ടി ചുരുട്ടി ഇതേപോലുള്ള പരിപാടികൾ കാണിക്കുന്നത് ഈ പേരിൽ ഇനി അടുത്തൊരു വോട്ട് ബാങ്കിൻ്റെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്ത് ഇതിൽ നിന്നൊരു തരം വിസിബിലിറ്റി ഉണ്ടാക്കാൻ, ശക്തി പ്രകടനം നടത്താൻ വേണ്ടിയിട്ടാന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? പാവപ്പെട്ട ആൾക്കാർ RCC പോകുന്നവരെ പിടിച്ച് നിർത്തിയിട്ട് ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിച്ചൊരു തന്തയില്ലാത്തവനുണ്ടായിരുന്നു ഇന്ന് ന്യൂസിൽ. ഞാൻ കണ്ടതാവനെ കണ്ട പാടെനിക്ക് തോന്നിയത് എന്താ പറയുക, നാറിൻ്റെ മുന്നിൽ വന്ന് കിട്ടിയ ചള്ളടിച്ച് പൊട്ടിക്കണം എന്നായിരുന്നു. നമുക്കറിയാമോ ഡോക്ടർ ഉണ്ടോ? 10 ദിവസം മുമ്പ് എന്താണ് അങ്ങനെയാണ് രോഗത്തിന് അങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ? നിങ്ങൾ ഒരു ജീവൻ ബലിയാണോ കേട്ടോ? നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ? നോട്ടീസ് അടിച്ചോടെ രോഗം തന്നെ. ഇന്നലെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക പ്രശ്നമുണ്ട് എനിക്ക്. ഞങ്ങളിത് പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. അല്ല, എന്ത് നിർബന്ധം? ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല. നിങ്ങൾ തർക്കിച്ചോണ്ട് വിടില്ല. എത്ര തന്തയാടാ ചെറ്റേ നിനക്ക്? എത്ര തന്തയാ നിനക്ക്? കാര്യം പറയാ, കണ്ണ് മുന്നിൽ കിട്ടിയാൽ 3 അടിച്ചു പൊട്ടിക്കും നാറിൻ്റെ. ഇത്രയും തെണ്ടി. ഇങ്ങനെ ഒരുത്തനെയൊക്കെ നിങ്ങൾ ഈ ദളിതന്മാർക്ക് വേണ്ടിയിട്ട്, ദളിതർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ നിർത്തുന്നത് മനുഷ്യത്വം ഇല്ലാത്തൊരു ചെറ്റേനെയാണോ? ഞാൻ ദളിത് സംഘടനയുള്ള ആൾക്കാരോടാണ് ചോദിക്കുന്നത്. ദളിതന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നതിന് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്. പിന്നെ ഒരു നിതിൻ രാജിന് വേണ്ടി ദളിതൻ മരിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിയ നാട്ടുകാരോട് ഈ കൂടിയ ദളിത് സംഘടനകളോടാണ് ചോദിക്കുന്നത്. ആദിവാസി മേഖലയിൽ നിന്ന് വെള്ളം കിട്ടാതെ ഈ നാട്ടിൽ പുഴമക്കത്ത് വന്ന് കിടക്കുന്ന ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകൾ ഈ മലപ്പുറം, നിലമ്പൂർ ഏരിയയിലുണ്ട്. വന്നിറങ്ങി നിങ്ങൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തോ? ഇതിനു മുമ്പ് എത്രയോ ദളിതർക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശക്തിപ്രകടനമോ ഹർത്താലോ പരിപാടികളോ കണ്ടിട്ടില്ലല്ലോ മക്കളെ. അപ്പം ഇതെന്താണ് നിങ്ങൾക്ക്? നിങ്ങളുടെ ഷോ ഓഫിന് വേണ്ടിയിട്ട് ഒരു രോഗിയുടെ ക്യാൻസർ വന്നൊരു മനുഷ്യൻ കെഞ്ചിന് ഭാര്യയും ഭർത്താവും നിന്നിട്ട് തന്തയില്ലാത്ത പന്നം പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? ഞങ്ങളുടെ ഇത് പൊളിക്കാൻ വന്നതാണോ എന്നുള്ളത് കിട്ടി. നിതിൻ രാജിന് നീതിയും കിട്ടി, ആത്മാവിന് ശാന്തിയും കിട്ടി. ഇങ്ങനെ കുറേ ഊളകളെ ഇറക്കി വിട്ടിട്ട് ചെറ്റത്തരം കാണിച്ചിട്ട് ഇന്ന് ഹർത്താൽ എന്നുള്ള പേരിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചു വെച്ചാൽ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ആഹ്വാനം ചെയ്തവർക്കും ഇത് കൂട്ടുനിന്നവർക്കൊക്കെ
പിടിച്ചകത്തിടണം, പുറം ലോകം കാണിക്കരുത്. അല്ലെങ്കിൽ റോട്ടിൽ ഒന്നിനും ഇറങ്ങാൻ പാടില്ല. മനുഷ്യന്മാരെ ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെടുത്താൻ പാടില്ല. അവൻ്റെ ഡേ ടു ഡേ ലൈഫിന് തടസ്സം വരുന്ന രീതിയിൽ ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. ജയ് വിളിക്കണോ, സമരം ചെയ്യണോ, അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ വിഷയം നടന്ന സ്ഥലത്ത് അതിന്റെ കാര്യകാരണക്കാരുടെ മുന്നിൽ പോയിരുന്നിട്ട് അവർ അണ്ണാക്കി കയറിയിരുന്ന് വിളി. അല്ലാതെ നാട്ടുകാരെ ഇത് ചെയ്തിട്ട് എന്ത് കാര്യം ചെയ്യാനാ പാവപ്പെട്ടവരെ? ഒരുത്തൻ കിടക്കുന്നുണ്ടായിരുന്നു ബസ്സിന്റെ മുന്നിൽ ഫോണും വിളിച്ച് നടു റോട്ടിൽ. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ഇവരെ സമരം, മനസ്സിലായി? ഇതാണ് ഇവരെ ഹർത്താൽ. എന്ത് ഗതികെട്ട നാടടേ ഇത്. ഒരു അമ്മയും കുട്ടിയും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവരോട് ഇനി പറയുന്നത് കേക്ക്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാരുടെ വീട്ടിലാണെങ്കിൽ അവന്മാരെന്ത് ചെയ്തേ? അവന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? സമരക്കാരോട് പറഞ്ഞ ഓട്ടോ വിളിച്ചു വിടാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തടഞ്ഞു നിർത്തിയപ്പോ എന്തോ ഡ്രൈവർ വന്നപ്പോ പറഞ്ഞു വിട്ടു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നത് എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറഞ്ഞു. അത് നല്ലതാണ് മോളെ, എവിടെയാണെങ്കിലും തുറന്നു പറയാനുള്ളത് നാറയുള്ള മുഖത്ത് നോക്കിയും പറയണം. അല്ലേ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച ഒരു അമ്മ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവരോട് പോയിട്ട് ഈ നാട്ടിൽ നടക്കുന്നത് നീ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ കണ്ണടട്ടം നാറി. എടാ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണ്? നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കാനാണെങ്കിൽ ആ ഡോക്ടർ റാമിന് ആ നാട്ടിൽ അവിടെ എവിടെയോ ഇവന് വേറൊരു സ്ഥാപനമുണ്ട്, പോയി അതിൻ്റെ മുന്നിൽ പോയി കൊടി പിടിച്ചിരി. ഇല്ലെങ്കിൽ അഞ്ചരക്കണ്ടീൻ്റെ ട്രസ്റ്റിൻ്റെ മുന്നിൽ പോ, അവിടെ പോയി കൊടി വിളിച്ചിരി. അതിനുള്ള വക്കമാകാനോ ഇല്ല. നാട്ടുകാരെ നെഞ്ഞത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ദളിതൻ്റെ ശക്തി കാണിക്കണമല്ലോ. ദളിതെന്നും നായർന്നും മേനോന്നും പറഞ്ഞ് നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിൻ്റെ പേരിൽ ഇപ്പോഴും വേർതിരിച്ച് അതിലെ രാഷ്ട്രീയം കണ്ട് മുന്നോട്ട് പോകുന്നത് ഇവനെപ്പോലുള്ള ബുദ്ധിജീവി ടീംസാണ്. ഇവന്മാർക്ക് ഇന്നൊരു ടൈം കിട്ടി, പൂന്ത് വിളയാടി. അതാണ് സത്യത്തിൽ ഇന്നുണ്ടായത്. ഇത് ഇങ്ങനത്തെ 1-2 കേസുകളൊന്നും അല്ല കേട്ടോ. എന്നിട്ട് ഇവന്മാർ വരുന്നതോ അതാ രസം. ഹർത്താലിന് തടയാൻ വരുന്നവന്മാർ വരുന്നത് അവന്മാരുടെ കാറിലും ബൈക്കിലും. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. അവന്മാർക്ക് ഒരു അന്നേ ദിവസത്തേക്കുള്ളൊരു പോസ്റ്റർ കാണും, മനസ്സിലായില്ലേ? അല്ലാതെ ഇവന്മാരൊന്നും കാൽനടയായിട്ട് വന്നിട്ടൊന്നുമല്ല തടയുന്നത്. എവിടെയെങ്കിലും സൈഡിലൊരു വണ്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് തടഞ്ഞ് ആ വണ്ടി കയറി അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വല്ല കടയും പൂട്ടിച്ച് അങ്ങനെ പവർ കാണിക്കുകയാണ്. ഇനി ഒരു ഹോട്ടലിൽ കയറി ചെല്ലുന്നൊരു സീനുണ്ട്. പാവം ചെങ്ങായി, അയാൾ തുറന്നു വെച്ചു, അയാൾ ഭക്ഷണം ഉണ്ടാക്കി, ആൾക്കാർ വന്ന് കഴിക്കുകയും ചെയ്തു. ഇനി ആ ഭക്ഷണം മൊത്തം വേസ്റ്റായി. ഏത് അങ്ങനെ ഒരുത്തൻ്റെ വയറ്റത്തടിച്ച്. ഇഷ്ട ദൃശ്യങ്ങൾ കാണിച്ച കടയാണ്. അതിൻ്റെ അകത്ത് ആളുകളുണ്ട്. സമരക്കാർ വീണ്ടും ആ കടയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇത് വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയാണ്, CPM അനുകൂല സംഘടനാ നേതാവിന്റെ കടയാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നത്. ഈ കടയ്ക്കുള്ളിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ, ഇതൊരു ഹോട്ടലാണ്, നിരവധി ആളുകൾ ഇവിടെ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധം നടക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം. പോലീസ് സന്നാഹമുണ്ട്, പക്ഷേ പോലീസ് ഇതിൽ ഇടപെടുന്നില്ല. പോലീസ് സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കടയ്ക്കുള്ളിൽ പ്രതിഷേധം തുടരുകയാണ്. നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കട അടയ്ക്കുന്നില്ല എന്ന് പറയാൻ ചെയ്യുമായിരുന്നു, ചെയ്യുന്ന ആളാണ് ഞങ്ങൾ. ഈ സമരങ്ങൾക്കെല്ലാം നിങ്ങളെക്കാൾ വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ആരെങ്കിലും പറയേണ്ടത് ഒരു നോട്ടീസ് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടിട്ട് രാവിലെ കട അടക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കട അടക്കില്ല. എന്റെ കട അങ്ങനെ അടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അല്ല, നിങ്ങളുടെ അടുത്തുള്ള വിരോധമൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന സമരത്തിനോട് ഞാനും 100% യോജിക്കുകയാണ്. ഒരു സംശയമില്ല. നിങ്ങളുടെ സമരത്തോടൊപ്പം തന്നെ ഞാൻ താടിയുള്ളപ്പനെ പേടിയുണ്ട്. വ്യാപാര വ്യവസായിന്റെ എന്തോ ആണ് ഈ ഹോട്ടലിന്റെ ഓണർ. അവിടെ പോയി 2 ഡയലോഗ് അടിച്ചിട്ടില്ല. അത് സാറിന് എനിക്കറിയാന്ന്. എടാ നാറികളെ,
വേറെ വല്ല പാവപ്പെട്ടവനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കുറേ പാവപ്പെട്ടവരെ നിന്ന് റൂട്ടുമ്പോൾ നിന്ന് വരട്ടിയില്ലോ, ഇവൻ്റെ കട അടപ്പിക്കാൻ പറ്റുമോ, തല്ലിപ്പൊട്ടിക്കാൻ പറ്റുമോ? ഉളുപ്പില്ലാതെ ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നില്ല. ഇതന്നെ പറ്റിയത്. വേറൊരു വാച്ച് വിൽക്കുന്നൊരു കടയിൽ കയറി ചെന്നിട്ട് ചേക്കനായിട്ട് ചൂടായി. ചേക്ക പറഞ്ഞ് ചാട്ടിച്ച് ചള്ള വിളിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഓടിയെല്ലാം കൂടി ഇറങ്ങിയിട്ട് കൊടികളുമായി ഈ പ്രവർത്തകർ കടകൾക്കുള്ളിലേക്ക് കയറുകയാണ്. അതിശക്തമായ പ്രതിഷേധം. കടകൾ അടയ്ക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട്. കടകൾ അടയ്ക്കാൻ തയ്യാറാകുമെന്ന് മതിയായല്ലോ. അച്ചക്കൻ്റെ വായിൽ രീതി കേട്ടപ്പോൾ സമാധാനമായല്ലോ. എടാ ഉളുപ്പില്ലാത്തവന്മാരെ, എന്തിനടാ ഈ വകതിരിവില്ലാത്ത പരിപാടിക്ക് പോകാൻ നിൽക്കുന്നത്? ഒരു നിതിൻ രാജ് മരിച്ചു, അവനെ കൊന്നോ അവൻ്റെ മരണമാണോ എന്നുള്ള സ്റ്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. ഇനി അട്ടിമറി ഉണ്ടെങ്കിൽ അത് മരണമാണെങ്കിൽ തന്നെ അതിന് കാരണക്കാരായ ആളുകളെ പിടിക്കാതെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയിരിക്കടേ. മനസ്സിലായ? അതിന് മുന്നിൽ പോയിരുന്ന് വിളി പറ്റൂ? പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയിരുന്ന് വിളിക്കാൻ അരമണിക്കൂർ വിളിക്കും. ലാസ്റ്റിൻ്റെ ചൂട് ചന്തിലറിയും. അടിച്ച് ഓടിക്കും ആണിനെയും പെണ്ണിനെയും എല്ലാത്തിനും കൂടി തൂക്കിയെടുത്ത് എറിയും അവർ. മനസ്സിലായ? പിന്നെ ഒരു ഹർത്താലേ പ്രാകൃതമായിട്ടുള്ളൊരു കാര്യം. അതിനൊക്കെ മാറി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മനുഷ്യൻ ചിന്തിച്ച് കുറച്ചും കൂടി എന്താ അറിയോ, ഇതിനൊക്കെ ഒരു റിസൾട്ട് വേണം. ഇതിന്ന് എന്ത് റിസൾട്ട് വരാൻ? ഇന്ന് ഇഞ്ചിന് കഴിച്ചിലായതാ തമ്മിത്തല്ലും അടിയും ബാക്കി പരിപാടികളൊക്കെ. ഒന്നും കൂടി ഇതൊരു ലെവൽ വിട്ട് പോയിരുന്നെങ്കിൽ ഒരു നിതിൻ രാജിന് വേണ്ടി വേറൊരാളും കൂടി ഇന്ന് വലിയാടായി ഉണ്ടാവും. ഏതെങ്കിലും ഒരുത്തനെ തീർത്തിട്ടുണ്ടാവും ഇവര്. അമ്മാതിരി നല്ലായിരുന്നു പല സ്ഥലത്തും. എന്തൊക്കെയായിരുന്നു അടി കുത്തും ഉന്തലും തള്ളലുമായിട്ട് അങ്ങനെ പോവായിരുന്നു. ബൈക്കിൽ പോകുന്നൊരു ചങ്ങാതിനെ തടഞ്ഞു വയ്ക്കുന്നു. അയ്യോ, ഇനി ഇതിനകത്ത് ഇല്ല, എല്ലാം പ്ലേ ആയി. ഇനിയിപ്പോൾ പ്ലേ ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളെല്ലാം രാവിലെ മുതൽ കണ്ടു കാണും. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഒരു സിനാരിയോയിൽ ചോദിച്ചിട്ടുള്ള ആളാണ് നാദിറ മെഹർ. എനിക്ക് ഇവന്മാരുടെ ഈ ഹർത്താലും ഇവന്മാരുടെ ഈ വെല്ലുവിളിയും ഇവന്മാരുടെ ഈ ശക്തി പ്രകടനമൊന്നും എനിക്ക് വർക്കല്ല. മനസ്സിലായോ? ദളിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല ചെയ്യേണ്ടത്. ഈ നാട്ടിലെ ബാക്കി ദളിതർക്കും കൂടി ജീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുമാതിരി സംഘടനയും അതിൻ്റെ ആഹ്വാനമായിപ്പോയി ഇത്. നിതിൻ രാജിൻ്റെ കേസിലുണ്ടായിരുന്ന നാട്ടുകാരുടെ സെൻറ്റിമെൻസും പോയി. എൻ്റെ അതാണ് സംഭവിച്ചത്. നാദിറ മെഹർ ഹാവ് എ ഡിഫറെൻറ്റ് പോയിന്റ്. ഹലോ ഗേസ്, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ കത്തിക്കയറി ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, എവിടെ ഫെമിനിസ്റ്റുകൾ? ഇനി അഥവാ പ്രതികരിച്ചാൽ പോലും അവർ ചോദിക്കും, ഫെമിനിസ്റ്റുകൾ എന്താ സെലക്റ്റീവ് ആണോ, അവരെന്താ മാങ്ങ പറിക്കാൻ പോയി, അവർക്കെന്താ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണ്. ഫൈൻ. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഈ പുരുഷ കമ്മീഷന്റെ പ്രാധാന്യം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷനൊക്കെ വരണമെന്നൊക്കെ ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ ഫൈൻ. പക്ഷേ ഈ ഇടയ്ക്ക് നിതിൻ രാജിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് എന്തുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ പ്രതികരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്താത്തത്? ദളിതനായതിൻ്റെ പ്രശ്നമാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ മുന്നേ കണ്ട വിഷയത്തെക്കാൾ ഗൗരവമല്ല നിങ്ങൾക്ക് തോന്നിയിട്ടാണോ? അതുകൊണ്ടൊരു മറുചോദ്യം ചോദിക്കുവാണ്, ഇവിടുത്തെ പുരുഷ കമ്മീഷൻ സെലക്റ്റീവ് ആണോ അതോ മാങ്ങ ഉറയ്ക്കാൻ പോയോ? അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പറയുക, നിങ്ങൾ ചില വിഷയങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു കമ്മീഷനാണ്, പ്രത്യേകിച്ച് പീഡന പരാതികൾ വരുന്ന ചില വിഷയങ്ങളിൽ. അതുകൊണ്ട് പുരുഷ കമ്മീഷനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത കുറേ മനുഷ്യർക്ക് അടുത്ത് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുരുഷ കമ്മീഷന്റെ പ്രാധാന്യം ഒന്നും കൂടി ചർച്ച ചെയ്യണം, അല്ലേ? ഓക്കെ, അപ്പോൾ നാദിറ ചോദിച്ച ചോദ്യത്തിന് ഓപ്ഷൻ ബി, മാങ്ങ പറിക്കാൻ പോയി എന്നുള്ള ഉത്തരവാണ് ഞാൻ തരുന്നത്. അല്ലാതെ എന്ത് പറയാനാ? കറക്റ്റ് ചോദ്യമില്ല നാദിറ ചോദിച്ചത്. ഇവിടെ ചിലർ മരിക്കുമ്പോൾ മാത്രം, ചിലർക്ക് പ്രശ്നം വരുമ്പോൾ മാത്രം പുരുഷ കമ്മീഷനിലെ കേസരികൾ ചാടിയിറങ്ങും. നിതിൻ രാജിൻ്റെ വിഷയത്തിൽ ഒന്നും പറയാനില്ല. ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഒരു പയ്യനെ ഹരാസ് ചെയ്ത് ഇല്ലാതാക്കി. എവിടെ പുരുഷ കമ്മീഷനും ഇല്ല, ജാഹിദീശ്വരനും ഇല്ല, ബാക്കി വാലുകളെയും കാണാനില്ല. ഒരു ദിവസം 2 ദിവസം കണ്ട് 1-2 വീഡിയോ ഇട്ടിട്ട് പോണത് കണ്ട്. പക്ഷേ കാര്യമില്ല.
അവരാരും വരില്ല. ഞാനും ഇതിനു മുന്നേ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് സോ കോൾഡ് വട്ടിയൂർക്കാവിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ മറ്റേ പുരുഷ കമ്മീഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് പണമുള്ളവനും പവറുള്ളവനും അവരുടെ തെമ്മാടിത്തരങ്ങൾ മറയാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഐറ്റമാണ്. അല്ലാതെ പാവപ്പെട്ടവന് നീതി മേടിച്ചു കൊടുക്കാൻ, ഒരാണിന് നീതി മേടിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പൊന്നുമല്ല. അതുകൊണ്ട് അത് നിലവിൽ വന്നാലോ അല്ലെങ്കിൽ അതെങ്ങാനും ഇവന്മാർക്ക് കിട്ടിയാലോ ഇവന്മാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, സോ ഇന്ന് നടത്തിയ ഹർത്താൽ എന്ന് പറഞ്ഞ പ്രഹസനം, ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിച്ചു കൂട്ടിയത്. ഓക്കെ, സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ നിതിൻ രാജിനുണ്ടായിരുന്ന സെൻറ്റിമെൻറ്റ്സ് വരെ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി.